ഏത് ഭക്ഷണ സാധനവും ബാക്കി വന്നു കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിൽ വെക്കുക എന്നുള്ളത് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ. നമ്മളിൽ മിക്കവരും വിശ്വസിക്കുന്നത് ഭക്ഷണ സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാൽ അത് കൂടുതൽ കാലം സുരക്ഷിതമായിരിക്കും എന്നതാണ്. എന്നാൽ എല്ലാ ഭക്ഷണ സാധനങ്ങളുടെയും കാര്യത്തിൽ ഇത് ശരിയല്ല എന്ന് പറഞ്ഞാലോ? തിരക്കുള്ള നമ്മുടെ ജീവിതത്തിൽ ഫ്രിഡ്ജ് എന്നുള്ള ഉപകരണം ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ്. എല്ലാ വീടുകളിലും തന്നെ ഫ്രിഡ്ജ് ഉണ്ട്. ഭക്ഷണം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്തു വെക്കുകയാണെങ്കിൽ ഒരു 4-5 മണിക്കൂറുകൾ കൊണ്ട് തന്നെ അത് കേടായി പോകാറുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ നമുക്കത് കഴിക്കാനായിട്ട് കഴിയില്ല. എന്നാൽ അത് കഴിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചേ മതിയാകൂ. ഫ്രിഡ്ജ് ഇല്ലെങ്കിൽ ഈ ആഹാരങ്ങളെല്ലാം കേടായി പോകും. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് നമുക്ക് അത്യാവശ്യമാണ്. എന്നാൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ കുടുംബത്തിന്റെ ആകെ ആരോഗ്യത്തിന് ഭീഷണിയാണ് ഈ റെഫ്രിജറേറ്റർ. വീഡിയോ മുഴുവനായി കാണുക, കാരണം ഇതിൽ നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാന പല കാര്യങ്ങളും ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി കാണണേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ സാധാരണ വീട്ടില് ഭക്ഷണം പാചകം ചെയ്തിട്ട് എപ്പോഴാണ് ഫ്രിഡ്ജിൽ വെക്കാറ്? നമ്മൾ സാധാരണ ഉച്ചയ്ക്ക് മുൻപ് ഭക്ഷണം ഉണ്ടാക്കുന്നു, എല്ലാവരും ഉച്ചയ്ക്ക് കഴിക്കുന്നു, ബാക്കി കറികൾ വൈകുന്നേരത്തേക്ക് കഴിക്കുന്നു, അതിനുശേഷം ബാക്കിയുള്ളവ രാത്രിയിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നു. ഇതാണ് സാധാരണ എല്ലാവരും ചെയ്യാറ്. എന്നാൽ ഇതിനകത്ത് സംഭവിക്കുന്നത് മനസ്സിലാക്കണം. നമ്മൾ പാചകം ചെയ്യുന്ന ഭക്ഷണം 2 മണിക്കൂർ മാത്രമാണ് കേടുകൂടാതെ പുറത്തിരിക്കുന്നത്. അതിന്റെ ചൂട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മണിക്കൂർ കൂടി കഴിയുമ്പോഴേക്ക് ഭക്ഷണം ചെറുതായിട്ട് അഴുകി തുടങ്ങും, ബാക്ടീരിയ പെറ്റുപെരുകാൻ തുടങ്ങും. നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണം രാത്രി വരെ പുറത്തു വെച്ച് കഴിയുമ്പോൾ ഒരു 7-8 മണിക്കൂറുകൾ കൊണ്ട് തന്നെ ബാക്ടീരിയ നന്നായിട്ട് പെറ്റുപെരുകി കഴിയും. ഇതിനെയാണ് നമ്മൾ പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഭക്ഷണം പാകം ചെയ്ത് അതിന്റെ ചൂട് പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളവ അത്രയും, അതായത് ആ ദിവസം കഴിക്കുന്ന അത്രയും മാത്രം ഭക്ഷണം പുറത്തു വെച്ചിട്ട് ബാക്കിയുള്ളത് പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അടുത്തതായി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സാധാരണ വീടുകളിൽ എല്ലാവരും മിക്ക ഭക്ഷണങ്ങളും ചീത്തയാകാതെ സൂക്ഷിക്കുന്നത് ഫ്രിഡ്ജിലാണ്. പുതുമയോടെ ഇരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ചില ഭക്ഷണങ്ങൾ ഫ്രിഡ്ജിൽ വയ്ക്കരുത്, മുറിയിലെ താപനിലയിൽ തന്നെ സൂക്ഷിക്കണം. അതിൽ ഒന്നാമത്തെ ഭക്ഷണമാണ് ബ്രെഡ്. ബ്രെഡ് ഒരിക്കലും ഫ്രിഡ്ജിൽ വയ്ക്കരുത്. സാധാരണ താപനിലയിൽ പ്രത്യേക പാത്രത്തിൽ സൂക്ഷിക്കുക. ബ്രെഡ് അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിയുന്നത് വരെ പുറത്തു വെച്ച് കഴിഞ്ഞാൽ അതിന് യാതൊരു ദോഷവും സംഭവിക്കില്ല. രണ്ടാമതായിട്ട് പഴവർഗ്ഗങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാതെ ഇരിക്കുക. ആവശ്യത്തിനുള്ള പഴങ്ങൾ മാത്രം വാങ്ങാൻ ശ്രദ്ധിക്കുക. കേടായി തുടങ്ങുന്ന പഴങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാൽ പഴങ്ങൾക്ക് അകത്തുള്ള ബാക്ടീരിയ ഫ്രിഡ്ജിനകത്തുള്ള മറ്റു ഭക്ഷണങ്ങളിലേക്ക് വ്യാപിക്കുകയും ഭക്ഷ്യവിഷബാധ ഉണ്ടാവാനും സാധ്യതയുണ്ട്. കൂടാതെ ഏതു പഴമാണെങ്കിലും മുറിച്ച് ഫ്രിഡ്ജിൽ വെക്കാതെ ഇരിക്കുക. ഇനി തണ്ണിമത്തനൊക്കെ ആണെങ്കിലും മുറിച്ചു കഴിഞ്ഞാൽ ഉപയോഗിച്ച് തീർക്കാൻ ശ്രദ്ധിക്കണം. ായിട്ട് ചൂടുള്ള ഭക്ഷണങ്ങൾ നേരിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത് ഒഴിവാക്കണം. ചൂടോടെ ആഹാര സാധനങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഇങ്ങനെ ചൂടോടെ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഭക്ഷണത്തിന്റെ പുറമേയുള്ള ഭാഗം പെട്ടെന്ന് തണുക്കും, അതിന്റെ ഉൾഭാഗം ചൂടായി തന്നെ നിൽക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിന്റെ അകത്ത് അണുക്കളും ബാക്ടീരിയയും ഫംഗസും ഈ സൂക്ഷ്മജീവികൾ വളരെ വേഗത്തിൽ പെറ്റുപെരുകും. അതുകൂടാതെ ചൂടുള്ള ഒരു പാത്രം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് ഫ്രിഡ്ജിന്റെ ഉള്ളിലെ ആകെ താപനില വർദ്ധിപ്പിക്കുന്നു. ഇത് ഫ്രിഡ്ജിനുള്ളിലെ മറ്റു ഭക്ഷണങ്ങളെയും ബാധിക്കുന്നു. ഇത് ആരും ശ്രദ്ധിക്കുന്നില്ല. ഭക്ഷണം പാകം ചെയ്ത് 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റണം. പക്ഷെ അത് നേരിട്ട് വെക്കാതെ പുറത്തു വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെക്കുക. അടുത്തതായി മീറ്റ്. ഇത് വളരെ പ്രധാനമാണ്. കാരണം ചിക്കൻ, ബീഫ് പോലുള്ള ആഹാര പദാർത്ഥങ്ങൾ വേഗം കേടാകും. ഇവ കുക്ക് ചെയ്താലും കുക്ക് ചെയ്തില്ലെങ്കിലും 3 മുതൽ 5 ദിവസം വരെ ഫ്രിഡ്ജിൽ വെക്കാം. പല ആളുകളും ചിക്കൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ 6-7 ദിവസം വരെ ഫ്രിഡ്ജിൽ വെക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് ഇത്രയും ദിവസം വരെ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക. അടുത്തതായി ഉള്ളി, സവാള ഇവ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ രുചി മാറും. അതേപോലെ തന്നെ പൂപ്പൽ വരും. ഉള്ളി എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ നല്ല വായുസഞ്ചാരമുള്ള സ്ഥലത്ത് സൂക്ഷിക്കുന്നതാണ് നല്ലത്.
ഇനി ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത്. 8 ഡിഗ്രിയിൽ താഴെയുള്ള തണുപ്പിൽ ഉരുളക്കിഴങ്ങിലെ അന്നജം പഞ്ചസാരയായി മാറുന്നു. പിന്നീട് ഇത് പാചകം ചെയ്യുമ്പോൾ കറുത്ത നിറം വരുന്നു. ഉരുളക്കിഴങ്ങ് എപ്പോഴും എയർ സർക്കുലേഷനുള്ള ഇരുണ്ട സ്ഥലത്ത് സൂക്ഷിക്കുന്നതാണ് നല്ലത്. അതേപോലെ നമ്മൾ പലപ്പോഴും തക്കാളിയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നവരാണല്ലേ. എന്നാൽ യാതൊരു കാരണവശാലും തക്കാളി നമ്മൾ ഫ്രിഡ്ജിൽ ദീർഘനാൾ സൂക്ഷിക്കാൻ പാടില്ല. തക്കാളി നമ്മൾ തണുപ്പിൽ സൂക്ഷിക്കുമ്പോൾ അതിൽ ഫംഗൽ ബാധ ഉണ്ടാവുകയും അത് ഉപയോഗശൂന്യമായ അവസ്ഥയിൽ ആയിത്തീരുകയും ചെയ്യുന്നു. അതിന്റെ പോഷകങ്ങൾ നമുക്ക് കിട്ടാതെ ആയി പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് സാധാരണ റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് അടുത്തത്, പഴം ആരും തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറില്ല. ഇനി ആരെങ്കിലും തന്നെ അങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നുണ്ടെങ്കിൽ ഇനി അത് വെക്കരുത്. കാരണം പഴമൊക്കെ പെട്ടെന്ന് കേടാവും. ഫ്രിഡ്ജിൽ വെച്ചു കഴിഞ്ഞാൽ അതേപോലെ തൊലിയൊക്കെ കറുത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പഴം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാതെ ഇരിക്കാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുക. ഇനി ഓവറായിട്ട് പഴുത്തുപോയ പഴമാണെങ്കിൽ കുറച്ച് സമയം ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് അത് വല്ലോ ഐസ്ക്രീമോ അല്ലെങ്കിൽ സ്മൂത്തിയോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ പലരും ചിലപ്പോൾ തേനൊക്കെ ചീത്തയായി പോകാതിരിക്കാനായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. എന്നാൽ തേനൊന്നും യാതൊരു കാരണവശാലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതിരിക്കുക. തേനിലുള്ള പോഷകാംശങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട് വെറുതെ ആയി പോകും. അതുകൊണ്ട് തന്നെ തേൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതെ ഇരിക്കുക. അതേപോലെ തന്നെ ഒരാഴ്ചയിൽ കൂടുതൽ ഒരാഹാരവും, അതായത് നമ്മൾ ഉണ്ടാക്കിയ ആഹാരമായാലും ഈ പറഞ്ഞ ആഹാരങ്ങളായാലും ഒരാഹാരവും ഫ്രിഡ്ജിൽ വെക്കാതിരിക്കുക. അപ്പോൾ ഇത് വ്യക്തമായി അറിഞ്ഞിരിക്കണം. നമുക്കൊരു അപകടം ഉണ്ടായിട്ടല്ലല്ലോ ശ്രദ്ധിക്കേണ്ടത്. കാരണം പല ഭക്ഷ്യവിഷബാധയും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. അപകടം വരാതിരിക്കാൻ നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. കൂടാതെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യണം. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്കും കമന്റും ചെയ്യണേ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.